അടിപൊളിയായിട്ട് പോകുന്നു. എന്താ ചിരിക്കുമ്പോഴേ ഭയങ്കര ക്യൂട്ടാ. രാവിലോട്ട് ചിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കൊച്ചിയിൽ നിന്നും പാലക്കാട് വന്ന് മത്സരിക്കുന്നു. എന്റെ നാട്ടിലാണ്. ആദ്യം എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഞാൻ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുക്കും. കാരണം ഒരു രാഷ്ട്രീയം നോക്കിയല്ല, എല്ലാവരുമായിട്ട് നല്ല ഫാമിലി പോലെ മിങ്കിൾ ചെയ്യാം. അതിനോടൊപ്പം നമുക്ക് തോക്കാം ജയിക്കാം. ഹായ് ഹലോ, സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിൽ നമ്മുടെ കൂടെ ഉള്ളത് അസീസിക്കയാണ്. സോ ഇക്ക, വെൽക്കം ടു സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ്. ഭയങ്കര പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഇങ്ങനെ ഒരു ക്രിക്കറ്റ് ലീഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നു. എന്താണ്? അതെ, നമുക്ക് മായക്ക് ടീമുണ്ട്. പക്ഷെ എല്ലാവരും ഒരുമിപ്പിച്ച്, അതായത് മായയുടെ അംഗങ്ങളെല്ലാവരും ഒരുമിപ്പിച്ച് ഇന്ന് കളിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എല്ലാവരും ഒരുപാട് സ്പോൺസർ കിട്ടി. നമ്മൾ സാധാരണ ഇത് അമ്മ അസോസിയേഷനാണ് കളിക്കുന്നത്. ഈ ഒരു ഐഡിയ ഇല്ലേ, ഈ ഒരു ഐഡിയ എങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു സംഭവം നമുക്ക് തുടങ്ങാം? പുള്ളി ക്രിക്കറ്റിന്റെ അതെ അതെ, പുള്ളി ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തോട് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും അത് തന്നെ പറഞ്ഞത്. അതെ അതെ അതെ, കാരണം മാഡ് ഓഫ് ക്രിക്കറ്റ് നമ്മളീ കലാകാരന്മാരായിരിക്കും ഇപ്പോഴത്തെ എല്ലാവരും ശരീരം നോക്കുന്നതാണ്. അതെ അതെ, പൊതുവെ അതാ. പക്ഷെ നമുക്കിതൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇപ്പോഴാണ് കൂടുതലും അല്ലേ എൻഗേജ് ആവാൻ തുടങ്ങി. ഇക്കൊക്കെ പേഴ്സണലി എന്താ ഫീൽ ആയത്? ഞാൻ കളിക്കുന്ന ആളാണ്, പണ്ട് മുതലേ ഫുട്ബോളും ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്. നമുക്ക് അതിനെ തിരക്ക് മാറ്റി വെച്ച് നമ്മൾ ഓടി, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിലുപരി നമുക്ക് എല്ലാവരെയും കാണാം, അതാണ് ഏറ്റവും വലിയ സന്തോഷം കളിയേക്കാളും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വരുന്നത്, എന്നിട്ട് പോകുന്നത്. ഇനി ഇക്കയുടെ എന്താ പറയാ പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? പുതിയ പ്രോജക്ട്സ് ഇനി ഇറങ്ങാനിരിക്കുന്നത് ഷാജിക്കാര സാറിന്റെ വരവ് എന്ന് പറഞ്ഞ സിനിമയാണ്. പിന്നെ പാർവതി തിരുവത്ത് നായികയായിട്ടുള്ള പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാരൻ ഇനി റിലീസാവാൻ ഇത് രണ്ടും മാത്രം. ഇപ്പൊ നമ്മുടെ സ്ക്രീനിൽ വളരെയധികം തിളങ്ങി നിന്നോണ്ടിരിക്കുകയാണ് അസീസിക. സോ ഇനി എന്തെങ്കിലും എന്താ പറയാ, ഇപ്പൊ തന്നെ നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അസീസിക്കയുടെ, ഒരു വാസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ. ഞങ്ങളെല്ലാവരും പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത റോൾസിലൊക്കെയാണ് ഇക്ക വരുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കും, തിയേറ്ററിൽ ഇരുന്ന് കരയിപ്പിക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും ഡ്രീമായിട്ട് ചെയ്യണം, എനിക്ക് ഇന്ന റോള് ചെയ്യണം എന്നൊരു ആഗ്രഹങ്ങൾ വരുന്നതെല്ലാം സ്വീകരിച്ച് വരുന്നത്. ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഉത്തരവാദിത്തം കൂടി എന്നൊരു പരിപാടിയാണ്. കാരണം ഇനിയിപ്പോ പൈസക്ക് വേണ്ടി മാത്രം ഇപ്പൊ വർക്ക് ചെയ്യാറില്ല. ഇപ്പൊ എന്റെ വൈഫ് തന്നെ പറയാറുണ്ട്, അവര് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോ മക്കളും വൈഫും ഹാപ്പി ആയിരിക്കണം, അങ്ങനെയുള്ള സിനിമകളെയൊക്കെ എടുക്കാവൂ എന്ന് എന്റെ വൈഫ് പറയാറുണ്ട്. അപ്പോ നല്ല പടങ്ങൾ. അപ്പോൾ എൻ്റെ വൈഫ് പറയുന്നത് പോലെ, എൻ്റെ വൈഫ് എന്ന് പറഞ്ഞൊരു ഓഡിയനാണ്. അപ്പോൾ എൻ്റെ പ്രേക്ഷകരും അതാണ് ആഗ്രഹിക്കുന്നത്. അവര് അറിയാലോ, അത്രത്തോളം അവരും ഇൻവോൾവ് ആണ് അല്ലേ. പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയി അവരെ വീട്ടിൽ നിന്ന് വിളിച്ച് കാറിൽ AC ഇട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നല്ലോ. അവര് കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ കൊണ്ട് ഫാമിലി ഫുള്ള് ഹിറ്റാകുമ്പോൾ ഫാമിലി ഫുള്ള് വരും, അങ്ങനെ കാണുന്നില്ല. അപ്പൊ നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തീർച്ചയായിട്ടും കാണിച്ചേ പറ്റും. അപ്പൊ അതുകൊണ്ട് കുറച്ച് പാടാണ്, ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചു. ഇപ്പൊ തിയേറ്ററിൽ ഇക്കയുടെ മൂവി ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ പ്രേക്ഷകരെല്ലാരും കണ്ട് ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് പോകുന്നു. എന്താ ഓക്കെ, പറയൂ. മധുവിധു ഇപ്പോ 4 ആഴ്ചയായി. ഇത് 4ാമത്തെ ആഴ്ച. ചിരിക്കുമ്പോഴേ ഭയങ്കര ക്യൂട്ടാ. രാവിലോട്ട് ചിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. മധുവിധു 4ാമത്തെ ആഴ്ച. ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ടും പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ടും. ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നുണ്ടോ? അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇതായോ, ബോഡി ഇതൊക്കെ ഇതാക്കി തുടങ്ങിയോ? ഇല്ല, അങ്ങനെ 4 ആഴ്ചയായി. 4 ആഴ്ച. ഇപ്പം 85 തിയേറ്ററിൽ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് വലിയ പടങ്ങൾ ഇറങ്ങി, അതിന്റെ കൂടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. 22-ാം തീയതി സോണി ലൈവിൽ. എന്തായാലും ഒരുപാട് സന്തോഷം ഇക്ക. ഇനിയും കൈ നിറച്ചും പ്രൊജക്ട്സ് ആയിട്ട് മലയാള സിനിമയിൽ മാത്രമല്ല എല്ലാ ലാംഗ്വേജസിലും തിളങ്ങി നിൽക്കട്ടെ, എല്ലാത്തിലും മുന്നിലെത്തട്ടെ. താങ്ക് യു സോ മച്ച്, ഒത്തിരി സന്തോഷം. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഷാജു ശ്രീധർ ചേട്ടനാണ്.
നമ്മുടെ ക്രിക്കറ്റ് ലീഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ. സോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. സോ നമുക്ക് ചോദിക്കാം അല്ലേ, ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടൻ കളി കണ്ടു, കുറെ നേരം കണ്ടോണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് യു ആർ ലൈക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരു കൂട്ടായ്മയുടെ എല്ലാവരും കൂടെ ചേരുന്നത്. ഞാനൊന്നും കളിക്കുന്ന ആളല്ല, സ്ഥിരമായിട്ടല്ല, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ. ഇപ്പോൾ ഇവിടെ ഞങ്ങളൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ളൊരു ഗെയിം അല്ല ആക്ച്വലി, ആ ഒരു കൂട്ടായ്മ എല്ലാവരും യൂണിറ്റി. അപ്പൊ നമ്മൾ ഓരോ ടീമായി തിരിച്ച് ഓരോ ഡിസ്ട്രിക്റ്റിന്റെ പേര് വെച്ച്, ഞാൻ കണ്ണൂർ സ്ട്രൈക്കേഴ്സ് എന്നുള്ള പേരിലാണ് 2 കളി കളിച്ചു, 1 കളി തോറ്റു, 1 കളി ജയിച്ചു. അങ്ങനെ പലരും മിക്സ് ചെയ്ത് ലാസ്റ്റിന് സെമി ഫൈനലും ഫൈനലൊക്കെ ആകുമ്പോൾ കുറെ പ്രോത്സാഹന സമ്മാനങ്ങൾ, മാൻ ഓഫ് ദ മാച്ച് എല്ലാം കൊടുക്കുക. ഒരു ദിവസം എല്ലാവരും കൂടെ ഒരുമിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്ത്. പിന്നെ എൻജോയ് ചെയ്ത്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ മ്യൂസിക് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മ്യൂസിക് ഇടില്ലേ, അതാരാ ചെയ്തത്? അത് നല്ല രസമുണ്ട്. ആക്ച്വലി ഇപ്പൊ മ്യൂസിക് ഏറ്റവും നല്ല മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കണ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ടീമിനുള്ള സോങ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വളരെ ഈസി അല്ലേ മ്യൂസിക് ചെയ്യാൻ? നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോദിക്കാനുള്ളത്, പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ഇല്ല, ഇതെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ഒരു ഫ്രീ ടൈം മാത്രമാണ്. ജോലി പ്രധാനമായിട്ട് നമ്മൾ ആക്ടിങ് ആണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തേവർ എന്ന് പറഞ്ഞ സിനിമ പൊള്ളാശ്ശേരിയിൽ ധ്യാൻ ശ്രീനിവാസൻ, ഷൈൻ സിദ്ദിഖ്, തമിഴില് കുറെ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് റോൾസ്, ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ വന്നു. ഇപ്പൊ ചേട്ടന്റെ ഡ്രീം ആയിട്ടുള്ള റോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഡ്രീം അല്ല, നമ്മൾ കിട്ടുന്ന റോളുകളെ നമ്മുടെ ഡ്രീം ആക്കുക എന്നുള്ളതാണ് എന്റെ ഒരു രീതി. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ രമേശ് പിഷാരടി ചേട്ടൻ. ചേട്ടന്റെ ഒരു വിജയം അത് എങ്ങനെയാ പങ്കുവയ്ക്കുന്നത്? അല്ല, അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ആക്ച്വലി വിജയം അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ ഒരു ആളുടെ ഒരു രീതികളും അദ്ദേഹം പബ്ലിക്കിനോട് കാണിച്ച അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് വർക്കിന്റെ ഫലമാണ്. ഞാനൊരു പാലക്കാട്ടുകാരനാണ്. അദ്ദേഹത്തിന് വേണ്ടുന്ന അത്യാവശ്യമുള്ള ഹെൽപ്പുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളാണ് അദ്ദേഹം. കൊച്ചിയിൽ നിന്നും പാലക്കാട് വന്ന് മത്സരിക്കുന്നു. എന്റെ നാട്ടിലാണ്. ആദ്യം എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഞാൻ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുക്കും. കാരണം ഒരു രാഷ്ട്രീയം നോക്കിയല്ല, അതൊരു വ്യക്തി നോക്കിയിട്ട് അദ്ദേഹം ജയിച്ചു. വലിയ സന്തോഷം. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു തിരക്കിന്റെ ഇടയിലും വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്തതിന്. അതുപോലെ തന്നെ നന്നായിട്ട് കളിക്കുക. പിന്നെ അതുപോലെ തന്നെ കുറെ പ്രോജക്ട്സ് ആയിട്ട് ഇനിയും വരട്ടെ. ജോയിനിങ് വിത്ത് us ശ്രീ സെന്തിൽ, എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമായിരുന്നു. നല്ല ഞങ്ങള് മിമിക്രിക്കാര് കുറെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒത്തുകൂടുന്ന ഒരു സംഘടന ഈ പ്രോഗ്രാമൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ ഇത്തവണ ഇങ്ങനെ ക്രിക്കറ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വീണ്ടും കാണാം, എല്ലാവരുമായിട്ട് നല്ല മിംഗിൾ ചെയ്യാം. അതിനോടൊപ്പം നമുക്ക് തോക്കാം ജയിക്കാം, ക്രിക്കറ്റ് കളിക്കാം. അത് നമ്മൾ ഈ ക്രിക്കറ്റൊക്കെ നമ്മള് അത് സ്വാഭാവികമല്ലേ, സംഭവിക്കാം. പക്ഷെ നല്ല നല്ല രസമുണ്ടായിരുന്നു നിങ്ങളുടെ കളി കാണാൻ. എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡിലാണ് കളിച്ചത്. അതെ അതെ, തലയിലേക്ക് എടുത്തിട്ടില്ല, എന്നാലും ഭയങ്കര ആത്മാർത്ഥമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടീം ജയിക്കണം എന്നാണ് ആഗ്രഹം? ഞങ്ങളുടെ ടീം ഞങ്ങളുടെ ടീം ജയിക്കണം ആഗ്രഹം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഇത്രയും ബോയ്സ് ഉള്ളതിൽ ഒരു ടീമിൽ ഒരു ഗേൾ ഒക്കെ ഉള്ളൂ. നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഭയങ്കര വലുതാ. പ്രത്യേകിച്ച് അവരെ മാറ്റി നിർത്താണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ, അതായത് സാധാരണ ഫീമെയിൽ മെയിൽ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യാണ്ട്, അവരും പേഴ്സണലി അവരോട് ചോദിച്ചപ്പോഴും അവർ ഭയങ്കര ഹാപ്പിയാ നിങ്ങളെ ചേർത്ത് പിടിച്ചേക്കോന്ന് പറഞ്ഞത്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഫീമെയിൽസിന് ഇങ്ങനത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ വരുന്നത് അതാണ്. നമ്മുടെ ഈ സംഘടന എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു ഇതാണല്ലോ. അപ്പൊ ആരെയും അകറ്റി നിർത്താണ്ട് എല്ലാവരെയും ഒരുമിച്ച് ഞങ്ങൾ അങ്ങനെ ആണ്. അതാണ് ഞങ്ങളുടെ മിമിക്രിക്കാരുടെ ഒരു പവർ. ഇനി പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പോ സംഭവം എന്ന് പറഞ്ഞൊരു സിനിമ OTT-ലും റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോ നമ്മുടെ ഭൗമ എന്ന് പറഞ്ഞിട്ടൊരു പടമാണ്. നമ്മുടെ ദിലീഷ് പോത്തൻചേട്ടൻ, സാഗർ സൂര്യ ഒക്കെ ആണ് അതിനകത്ത്. കഴിഞ്ഞ ദിവസം ഞാൻ ദിലീഷ് പോത്തൻചേട്ടനെ കണ്ടായിരുന്നു ഒരു ചായക്കടയിൽ. ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞു. എന്താണെന്നറിയോ, ദിലീഷ് ചേട്ടനാന്ന് എനിക്ക് അറിയില്ല. അല്ല, ദിലേഷ് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ നോക്കിയിട്ട് അവരെ ശ്രദ്ധിക്കൂലല്ലോ, അതിന് നീങ്ങി കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ദിലേഷ് ചേട്ടനാണ്. അങ്ങനെ എന്തായാലും കൈ നിറയെ പ്രോജക്ട്സ് ആയിട്ട് ഇങ്ങനെ തിരക്കായിട്ട് പോട്ടെ. അതുപോലെ തന്നെ ഇനി എത്ര റൗണ്ട് ഉണ്ട് നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ഇനി ഒരെണ്ണം കൂടെ ജയിച്ചു വരണം. അപ്പോൾ താങ്ക് യു സോ മച്ച്.